നമസ്കാരം. ഈ മാസം ആദ്യം അമേരിക്കയിലെ കെൻഡക്കിയിൽ UPS എയർലൈൻസിൻ്റെ ഒരു കാർഗോ വിമാനം തകർന്നു വീണതിൻ്റെ അതിഭീകരമായ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ ദൃശ്യങ്ങൾ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് വിമാനം റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് വിമാനത്തിൻ്റെ ഒരു എൻജിൻ പറന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ പറന്നുപോയ എൻജിൻ വിമാനത്തിൻ്റെ അടുത്ത ചിറകിലിടിച്ച് അതിലുള്ള ഇന്ധന ടാങ്കിന് തീപിടിച്ചാണോ ഇപ്പോൾ വിമാനാപകടം ഉണ്ടായത് എന്നുള്ള സംശയമാണ് ഉയരുന്നത്. ഇത് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണം ഇപ്പോൾ നടത്തിയതിൻ്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടിയുള്ള അന്വേഷണ സമിതി പല നിഗമനങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ വിമാനത്തിൻ്റെ കാലപ്പഴക്കം ഒരു പരിധിവരെ അതിന് കാരണമായേക്കാമെന്നാണ് പറയപ്പെടുന്നത്. 1990കളുടെ ആദ്യമാണ് ഈ ഡഗ്ലസ് കമ്പനി ഇത്തരത്തിലുള്ള വിമാനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇപ്പോഴും ഈ വിമാനങ്ങൾ പല ഭാഗങ്ങളിലും ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഇതിൻ്റെ ഉയർന്ന അറ്റകുറ്റപ്പണി ചെലവാണ്. ഈ അപകടത്തിൽപ്പെട്ട വിമാനം പോലും സെപ്റ്റംബർ മുതൽ ദീർഘനാൾ ഇത് നിലത്തിറക്കിയിരുന്നു. വിമാന ടാങ്കിൽ ചോർച്ച കണ്ടതുകൊണ്ടാണ് ഈ വിമാനത്തെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനായി നിലത്തിറക്കിയിരുന്നത്. ഈ വിമാനത്തിലെ ജീവനക്കാരും നിലത്തുണ്ടായിരുന്ന ആളുകളുമാണ് ഈ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഈ വിമാനം സംബന്ധിച്ച മക്ഡൊണാൾഡ് ഡഗ്ലസ് കമ്പനി ഇപ്പോൾ ബോയിങ്ങിൻ്റെ വകയാണ്. ഈ കമ്പനിയുടെ കൂടെ നിർദ്ദേശമനുസരിച്ചാണ് ഇപ്പോൾ ഈ ഇനത്തിൽപ്പെട്ട എല്ലാ വിമാനങ്ങളും ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ടോ ആ എല്ലാ വിമാനങ്ങളും ഇപ്പോൾ നിലത്തിറക്കിയിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ അപകട കാരണം എന്താണെന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ആർക്കും കൃത്യമായി യാതൊരു രൂപവും ലഭിച്ചിട്ടില്ല. ഈ വിമാനം പറന്നു വരുമ്പോൾ എങ്ങനെയാണ് ഈ എൻജിൻ താഴേക്ക് പതിച്ചത് എന്നും നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം പൊട്ടിത്തെറിച്ചത് എങ്ങനെയാണെന്നൊക്കെയുള്ള വിവിധ നിഗമനങ്ങളല്ലാതെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും വ്യക്തമായ ധാരണ ലഭിച്ചിട്ടില്ല. ഈ വിമാനത്തിൽ 3 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ആ 3 പേരും കൊല്ലപ്പെട്ടു. കൂടാതെ നിലത്തുണ്ടായിരുന്ന 11 പേരും കൂടെ ഉൾപ്പെടെ 14 പേരാണ് മൊത്തം വിമാനാപകടത്തിൽ മരിച്ചത്. ഈ വിമാനത്തിൻ്റെ എൻജിൻ വേർപെട്ടതിന് തൊട്ട് പിന്നാലെയാണ് വിമാനം വലിയൊരു തീഗോളമായി മറിഞ്ഞ് വീഴുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതിഭീകരമായ ദൃശ്യമാണ് ഇത്. വിമാനം വല്ലാത്ത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് ടേക്ക് ഓഫ് നടത്തുന്നത്. ആ സമയം തന്നെ വിമാനം ഇടത്തേക്ക് മറിഞ്ഞ് വീഴുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനുള്ളിൽ തന്നെ വിമാനത്തിൻ്റെ ഇടതുവശത്തുള്ള എൻജിൻ പറന്നു പോകുന്നതായിട്ടും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വിമാനത്തിൻ്റെ ഇടതുഭാഗം പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് വിമാനം തകർന്ന് വീഴുന്ന ആ സമയത്ത് വിമാനം നിലത്ത് നിന്ന് 30 അടിയിലധികം ഉയരത്തിലെത്തിയിരുന്നില്ല എന്നാണ് വിമാനത്താവള അധികൃതർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. വിമാനത്താവളത്തിലെ ജീവനക്കാരൊക്കെ തന്നെ പറയുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഒരു നിശ്ചിത ഉയരത്തിലേക്ക് എത്തിയപ്പോഴാണ് പെട്ടെന്ന് എൻജിൻ പുറത്തേക്ക് തെറിച്ചു പോയതും വിമാനത്തിന് തീപിടിച്ച് വലിയൊരു തീഗോളമായി അത് മാറിയതും എന്നാണ് അവരും പറയുന്നത്. ഈ അപകടത്തിൽപ്പെട്ട വിമാനം 1990-ൽ ഒരു പാസഞ്ചർ ജെറ്റായിട്ടാണ് ഇതിൻ്റെ ഈ മോഡൽ പുറത്തിറക്കിയത്. എന്നാൽ പിന്നീട് കാലക്രമത്തിൽ ഇത് യാത്രക്കാരെ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റിയതല്ല എന്ന് ഉത്തമബോധ്യം വന്നതിനെ തുടർന്നാണ് കമ്പനി ഇതിനെ കാർഗോ വിമാനമാക്കി മാറ്റിയത്. ഈ വിമാനത്തിൻ്റെ കാലപ്പഴക്കം അപകടത്തിന് കാരണമായി നമുക്ക് കണക്കാക്കുമെങ്കിൽ പോലും ഈ വിമാനത്തെക്കുറിച്ച് തന്നെ നേരത്തെ വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു. കാരണം ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാണ് അന്നേ വിദഗ്ധർ കണ്ടെത്തിയിരുന്നത്. ഈ വിമാനത്തിന് സാങ്കേതികമായ നിരവധി പ്രശ്നങ്ങൾ അന്നേ നേരിട്ടിരുന്നു. അതുകൊണ്ടാണിത് യാത്രക്കാരെയും കൊണ്ട് ഈ വിമാനം യാത്ര ചെയ്യേണ്ടതില്ല എന്ന് വിമാന കമ്പനി തന്നെ അന്ന് തീരുമാനമെടുത്തിരുന്നത്. മാത്രമല്ല, ഈ വിമാനത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു അപഖ്യാതി ഈ വിമാനം ലാൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ്. അതിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. പൈലറ്റുമാർ വളരെ സൂക്ഷിച്ച് ബുദ്ധിമുട്ടിയാണ് വിമാനം ലാൻഡ് ചെയ്യിക്കുമായിരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുള്ള വിമാനം പിന്നെ എങ്ങനെയാണ് വിവിധ വിമാന കമ്പനികൾ വാങ്ങി ഉപയോഗിച്ചിരുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ അവശേഷിക്കുകയാണ്. ഏതായാലും അന്വേഷണ റിപ്പോർട്ട് സംബന്ധിച്ച് പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. കൂടുതൽ വിശദമായ റിപ്പോർട്ട് എത്രയും വേഗം തന്നെ സർക്കാരിന് സമർപ്പിക്കും എന്നാണ് ഇത് സംബന്ധിച്ച അന്വേഷണ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്.